കാര്യങ്ങൾ പറഞ്ഞ തലേക്കല്ലാത്ത ദീനാമച്ചി. ഇതിപ്പം നിങ്ങളുടെ നിലപാട് എന്താ തോന്നും നിർബന്ധം കാഞ്ഞിരപ്പള്ളിക്കാർക്കാന്ന്. നിങ്ങളുടെ കുടുംബത്തിനും ഭാവിക്കും ദോഷം എന്ന് എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന ദീനാമച്ചി തോന്നുന്നുണ്ടോ? ഉണ്ടോ? നീ പറ. കേസും കോടതി എന്നൊക്കെ പറയുമ്പോ കരക്കാർക്ക് കളിയാക്കാൻ പിന്നെ മറ്റൊന്നും വേണ്ട, അത് ഓർത്തിട്ടാ. ഇത് കേൾക്കുമ്പോഴെനിക്ക് നിങ്ങൾ ഈ പറഞ്ഞ കരക്കാരെങ്കിലും ആണോ നിങ്ങളുടെ കഞ്ഞിക്കാലം തിളപ്പിക്കുന്നത്? അല്ലല്ലോ. അന്ത്യാവുമ്പോ നിങ്ങളുടെ കഥയെ വന്ന് മുട്ടാല്ലാതെ ഉമാരെ കൊണ്ടൊക്കെ എന്താ ഗുണം? ഇനി സണ്ടിച്ചും പറ, ഞാൻ കേക്കാം. ആ, കുട്ടപ്പായയുടെ മകളാണ് ആനി. കല്ലൂക്കാരൻ കുടുംബത്തിൽ കഴിയേണ്ടവൾ. തന്തയില്ലാത്തവളെ പോലെ 10-20 വർഷം കഴിഞ്ഞില്ലേ? കേസിന് പോയാ പിന്നെ അയാളും അനിയന്മാരും എന്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് എന്റെ പേടി. ഓ പിന്നെ തണ്ണിച്ചന്റെ കയ്യപ്പം മുളക് പറിക്കാൻ പോകും. കടലിൽ ഇറങ്ങിയാലും മറുകര കണ്ടിട്ടേ കറിയാച്ചനും മക്കളും തിരിച്ചു വരാറുള്ളൂ. അതാ കാഞ്ഞിരപ്പള്ളിക്കാരുടെ നയം. എന്റെ പൊന്ന് ദീനാമച്ചി, ഒന്ന് ധൈര്യമായിട്ടിരിക്കേ. ഈ വക്കാലത്ത് പേപ്പറിലോട്ട് ഒന്ന് ഒപ്പിട്ടെ. എന്നിട്ട് നിങ്ങൾ രണ്ടാളും കൈയും കെട്ടി ഇരുന്നാച്ചാ മതി. കച്ചേരി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. കോമരകം പോകുന്നവൻ നമ്മുടെ വക്കാലത്ത് ആർജി കാലക്കും. ഇന്ത്യ ഈസ് മൈ കൺട്രി. ആൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഈ പത്രം തുറന്ന ആക്സിഡന്റ് വാർത്ത മാത്രമേ ഉള്ളൂ, ഒരു രക്ഷയില്ല. അറിഞ്ഞോ, നീ ഇവിടെ ഇരിപ്പുണ്ടോ? ആ കല്ലുക്കാരൻ കുട്ടപ്പായില്ലേ, എന്താ തട്ടിപ്പോ? അയാള് വീണ്ടും അപ്പനായി. അയ്യോ, അതെങ്ങനെയാടൂ? ഇന്നലെ കൂടെ മുതലാളിയുടെ കൊച്ചമ്മ ഞാൻ കണ്ടതാ. ഒരു ശകലം കൂടെ വയറില്ലായിരുന്നല്ലോ. ഇത് മുതലാളി കൊച്ചമ്മയുടെ അല്ല, ചുങ്കത്താനത്തെ ദീനാവടയാ. പ്രസവം കഴിഞ്ഞിട്ട് 10-18 വർഷം കഴിഞ്ഞ്. അയ്യ, അല്ലേലും എന്റെ മുതലാളിയുടെ വീടിന് ഔട്ട്സൈഡിലുള്ള പിള്ളേർക്കൊക്കെ മുതലാളിയുടെ അതേ ഫേസ് കെട്ടാ. ഇൻസൈഡിലാണെങ്കിൽ അതൊട്ട് ഇല്ലതാനും. ആ ആനിപ്പെണ്ണിന് എങ്ങനെയാ മുതലാളിയുടെ ഫേസ് കെട്ട് വന്നെന്ന് ആലോചിച്ച് ഞാൻ ഒത്തിരി കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ട്. ആ ദീനാമ്മയുടെ മോന്തായം കണ്ടാ ഇങ്ങനെ വല്ലതും തോന്നൂ. നീയും നിന്റെ മുതലാളി ചെവിയിൽ നുള്ളിക്കോ. ദീനാമ്മയും മോളെയും കൊണ്ട് ഒരു വടിയും കൊടിയും പിടിപ്പിച്ച് ബംഗ്ലാവിലേക്ക് ഞങ്ങൾ ഒരു മാർച്ച് പാസ് നടത്താൻ പോവാ. അതിന് മാർച്ച് വരെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഇപ്പൊ തന്നെ ആയാലോ. ഈ ഫേസ് കട്ടിനെ കുറിച്ചും പലർക്കും സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ബി കെയർഫുൾ. അയ്യോ, പള്ളി വിടാൻ സമയമായി. ഒരു 100 നോട്ടീസ് എങ്കിലും അടിച്ചില്ലെങ്കിൽ ഇന്ന് കിടന്നുറങ്ങാൻ ഒരു സമാധാനം ഉണ്ടാവില്ല. ആ പോട്ടെ പോട്ടെ പോട്ടെ. അമ്മച്ചേ, അമ്മച്ചി അറിഞ്ഞ കല്ലുക്കാരൻ കുട്ടപ്പാഴ ഡ്യൂപ്ലിക്കേറ്റ് മോളാ ചുങ്കത്താരത്തെ ആനി. കട്ടപ്പനയോ? ആ, കട്ടപ്പന പെറ്റ്. ഇതിനൊന്നും പാസ്പോർട്ട് കൊടുക്കാറായില്ലേ കർത്താവേ? ഇതാ പിഴച്ച വിത്തലടാ. അതെ, ആ വീട്ടിലാ താമസം. അമ്മയും മോളും തനിച്ചാ. മുട്ടുന്നതൊക്കെ കൊള്ളാം, തട്ട് കിട്ടാതെ നോക്കണം. കൊണ്ടോട്ടി കാതർ എവിടെയെങ്കിലും മുട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പൊക്കിയിട്ടുണ്ടടാ. വാതിൽ തുറക്കാൻ. ആരാ? ഞാനാ, കൊണ്ടോട്ടി കാതർ. വാതിൽ തുറക്ക്. രൂപ എത്രയെന്ന് വെച്ചാൽ തരാം. മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ ഞാൻ ഒച്ച വെച്ച ആളെ കൂട്ടും. കല്ലൂക്കാരന്റെ കാശിന് മാത്രമേ വിലയുള്ളൂ അല്ലേടി? ഞാൻ തരുന്ന കാശല്ലേ? അറിയും ഞാൻ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിച്ചില്ലേ? ഒന്നു പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ പോവാം. പക്ഷെ എന്തെങ്കിലും നീയും മകളും ഞങ്ങളുടെ കൈ വന്ന് പെടും. വേണം. ഇതുവരെ ഒരുങ്ങിയില്ലേ? നീ തന്നെ വല്ല മിസ്സിന്റെ കോമ്പറ്റീഷനും പോകുന്നുണ്ടോ? ഒന്ന് പോയി ജോണിച്ചാ. എടി മോളെ, നിന്നെ അവര് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. ഒന്ന് വേഗം വാ. അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കതേ. ആ, നിനക്ക് വല്ലതൊക്കെ പെൺകുട്ടിയോട് ചോദിക്കാറുണ്ട്, ചോദിക്ക്. രേഖയെ ഞാൻ ഇവിടുത്തെ പള്ളിയിൽ വെച്ച് നേരത്തെ കണ്ടിട്ടുള്ളതാ. അപ്പോ ഞങ്ങളറിയാതെ പെണ്ണുകാണലൊക്കെ നേരത്തെ കഴിഞ്ഞു അല്ലേ? എന്നാ പിന്നെ കല്യാണം എന്ന് നടത്തണമെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഏത് ദിവസം നടത്താനും ഞങ്ങൾ തയ്യാറാ. ബെന്നിച്ചന് 2-ാം തീയതി വരെ ലീവുള്ളൂ. അതുകൊണ്ട് അടുത്ത ആഴ്ച തന്നെ മനസ്സുചോദ്യം നടത്തി പിറ്റേ ആഴ്ച 3 കൂട്ടി വിളിച്ചതിൽ കല്യാണം നടത്താം. അല്ല, അരമനയിൽ നിന്ന് മെത്രാച്ചന് സ്പെഷ്യൽ ഓർഡർ വാങ്ങിച്ചാല് കല്യാണം നടത്താമല്ലോ. ഹലോ, പോലീസ് സ്റ്റേഷൻ. SI സാറല്ലേ? അതെ. സാറിനൊരു നല്ല വാർത്ത തരാനാണ് വിളിച്ചത്. നിങ്ങളാരാ? തൽക്കാലം ഞാൻ ഈ നാട്ടിലെ ഒരു പൗരനാണെന്ന് അറിഞ്ഞാൽ മതി. കല്ലൂർക്കാരൻ അഗ്രോ ഫാംസിന് തിരുനെൽവേലിക്കടുത്ത് വള്ളിയൂരിലുണ്ടെന്ന് പറയുന്ന മാഞ്ചിയം തോട്ടം വെറും സ്വപ്നം മാത്രമാണ്. പാവങ്ങളിൽ 1000-2000 വീതം ലക്ഷക്കണക്കിന് രൂപയാ കല്ലൂർക്കാരന്മാരുണ്ടാക്കിയിരിക്കുന്നത്. അല്ല, നിങ്ങൾ എവിടുന്നാ? സോറി സർ, തൽക്കാലം ഇത്ര മാത്രം.
രാജാക്കന്മാരില്ലേടിയത്ത് എന്താണ് സാർ? കല്ലൂക്കാരന്മാരുടെ മറ്റേ പട്ടനാട് അവളുടെ ഒരു നമ്പർ എന്റെ കൈ പെരിക്കുന്നതിന് മുമ്പ് പറയടേ. അവന്റെ അമ്മയുടെ മാഞ്ചയത്തിന് വളവിടാൻ ഇവിടെ ഒരുത്തിന് എത്തിയിട്ടുണ്ടെന്ന്. എന്താണ് ഉദ്ദേശം? സാറന്മാർക്ക് ടൂർ പോവാൻ സർക്കാരിന്റെ ഒരു പഴയ വാഹനം താഴെ കിടപ്പുണ്ട്. ഒന്ന് ചെന്ന് കയറിയാട്ടെ. എടോ ഇൻസ്പെക്ടറെ, തന്നേക്കാൾ തൊപ്പി നരച്ചോമാര് കല്ലൂക്കാരന്റെ വണ്ടിയുടെ പുറകിൽ ടിൻബിയറും സ്കോച്ചും കഴിച്ച് പെണ്ണും പണവും കെട്ടിപ്പിടിച്ച് തെക്കോട്ടും വടക്കോട്ടും ഷട്ടിൽ അടിച്ചിട്ടേ ഉള്ളൂ. അറിയാവോ ഏമാന്? സത്യം. പക്ഷെ എന്ത് ചെയ്യാം, ഇന്നു മുതൽ കല്ലൂക്കാരന്മാരുടെ ജാതകത്തിൽ ശനിയുടെ അപഹാരം തുടങ്ങിപ്പോയി. കൊണ്ടുപോവാതെ തരവില്ലല്ലോ. അതെ, ഹാൻഡ് കപ്പുകള് കൊല്ലും ഞാൻ ആ പട്ടിയെ. എന്റെ അച്ചായോ, ടൗണിലേക്ക് അടുക്കാൻ യാതൊരു നിവൃത്തിയില്ല. ജനങ്ങളൊക്കെ അങ്ങ് ആകെ ഇളകിയിരിക്കുക. നിക്ഷേപരെന്നും പറഞ്ഞ് ആരൊക്കെയോ ഇടിച്ചു കയറി ആ ഓഫീസും തല്ലിപ്പൊളിച്ച് കൈ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ആലിച്ചനെയും മനോയെ ആ തെണ്ടി കൈവച്ചോടാ. അവൻ ഏതായാലും കുടുംബച്ചോർക്ക് തീർക്കാതിരിക്കോ? മാഞ്ചിയം വളരുന്ന പോലെ വളർന്നിട്ട് കാര്യമില്ലടാ. കക്കാൻ പഠിച്ചാ നിക്കാനും പഠിക്കണം. ചിലക്കാതൊന്ന് പോതല്ലേ. എടോ വക്കീലേ, താൻ എന്തോ ചോദിച്ചോണ്ടിരിക്കുവാടോ? കോടതി പിരിയും മുമ്പ് എന്റെ പിള്ളേരെ വെളിയിലാക്കി തരണം. വകുപ്പും ചട്ടവും ഒന്നും എനിക്ക് കേൾക്കണ്ട. കാഞ്ഞിരപ്പള്ളിക്കാരിപ്പ ജയങ്ങളുടെ കൊടുമുടി പുറത്താ. ഇനി അവന്മാരെ അവിടുന്ന് തള്ളിയിട്ടാ മാത്രം മതി. ഉയരം കൂടും തോറും വീഴ്ചയ്ക്ക് ആക്കവും കൂടും. മുരളി, കോലഞ്ചേരി ആശുപത്രിയിൽ 2 മാസം ഒരുമിച്ച് കിടക്കുന്ന ഒരു വീഴ്ചയായിരിക്കണോ? ഒന്ന് ചിലക്കാതെ കയറിപ്പോടാ. വിളിക്കുമ്പോ വരാം. നാളെ കറിയയുടെ മോടെ മനസ്സമ്മതമാ. അതുപോലൊന്നും ഇവിടെയും നടക്കേണ്ടതല്ലായിരുന്നോടാ. ആ സണ്ണിക്കഴിവരെ ഒറ്റ ഒരുത്തന്റെ ബുദ്ധിയാ അരുതേ നമ്മളിന്ന് മുറിച്ചു മാറ്റിയത്. അവിടെ ആഘോഷം തുടങ്ങി. നടക്കട്ടെ. നാളത്തെ കലാശക്കൊട്ടിന് താളം പിടിക്കുന്നത് കല്ലൂക്കാരന്മാരായിരിക്കോടാ. മനസ്സമ്മതത്തിന് ചെണ്ടമേളം ഉണ്ടോ? അയ്യോ, എങ്കിൽ പിന്നെ എന്റെയും കത്തിയുടെയും മനസ്സമ്മതത്തിന് പല്ലാവൂർ അപ്പുമാരുടെ തന്നെ വിളിക്കാം. ഇതിനാ സിനിമ ഷൂട്ടിങ്. സമയം എന്നാന്നറിയാവോ? ഞാൻ കവലയിലൂടെയല്ലേ. എന്നിട്ട് അവര് വരുമ്പോ പള്ളിയിലോട്ടുള്ള വഴി തെറ്റാതെ പറഞ്ഞു കൊടുക്കാം. ഒന്ന് പോടാ. ആ സദ്യയുടെ കാര്യങ്ങൾ നോക്കിയാൽ പാരിശാലിലോട്ട് പോകാൻ പറഞ്ഞിട്ട് നീ ഇവിടെ നിൽക്കുക. ഇവരൊക്കെ വന്നപ്പോ എടാ, അവിടെ ചെന്ന് ആ കാര്യങ്ങൾ നോക്കിയിട്ട് ഇവിടെ വന്ന് നീ എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്യേ. ചെല്ലേ. നീ കൂടെ മൂപ്പരെ കൊണ്ട് തോറ്റ്. സണ്ണി, ഇത് എന്നതാടാ? മണി 11 അവരും എത്തിയില്ലല്ലോ. ഞാനിപ്പോ കുറലങ്ങാതെ വിളിച്ചിട്ട് ഫോൺ താഴെ വെച്ചേ ഉള്ളൂ. 1.5 മണിക്കൂർ മുമ്പ് അവരോട് ഇറങ്ങിയെന്നാ പറഞ്ഞു. അതെങ്ങനെ പുത്തൻകുരിശ് റോഡ് വെട്ടിപ്പടിച്ചുട്ടിരിക്കൽ? വണ്ടി കുഴിയിലിറങ്ങാതെ ഇവിടെ എത്തണമെങ്കിൽ മണിക്കൂർ 2 വേണം. അതുപോട്ടെ, നമ്മുടെ റോഹിച്ചിന് എവിടെ പോയി കിടക്കുക? അവനാ ചെറുക്കൻ കൂട്ടിനെ നോക്കാൻ കവലയിലേക്ക് പോയി. ആ കൊരിയാച്ചോ, പിള്ളേരൊക്കെ എന്തിയേ? പള്ളിമുറ്റത്തെങ്കിലും കുറച്ച് മര്യാദയോടെ നിക്കടാ കുരുത്തം കെട്ടവനെ. എന്നാ പറ്റി? അങ്ങോട്ട് അഴിച്ചു. എങ്ങോട്ടാ? ഇത് കാഞ്ചനപ്പള്ളി കറിയാച്ചന്റെ മകളുടെ മനസ്സമ്മത ചടങ്ങാ, അല്ലാതെ തുമ്പങ്കൽ ത്രേസ്യയുടെ കുടുംബക്കാരുടെ അല്ല. മനസ്സിലായോ? സണ്ണി, അങ്ങോട്ട് പോകാൻ പറ. അപ്പൊ തൽക്കാലം പ്രശ്നം ഒന്നും ഉണ്ടാകാം. ക്ഷണിക്കാത്ത ഒരു തെണ്ടിയും കറിയാച്ചന്റെ മകളുടെ മനസ്സമ്മതത്തിൽ കൂടണ്ട. ആ തീരുമാനം ഇഷ്ടമായില്ലെങ്കിൽ നിനക്ക് പോവാം. ദൈവത്തിന് നിരക്കാത്ത ചെയ്യരുതേ. അവൻ മനസ്സമ്മതം കൂടിയിട്ട് പോട്ടെ. ബേവിച്ചിനെ പള്ളിമുറ്റത്തുനിന്ന് അപമാനിച്ചിറക്കി വിട്ട നമ്മുടെ മോക്കായിരിക്കും അതിന്റെ ശാപം. ഇപ്പൊ പറഞ്ഞോണം, ആരാടി ഇവര് മനസ്സമ്മതക്കുറി കൊടുത്തയച്ചത്? ഞാൻ തന്നെയാ. ഞാൻ കട്ടുപറ്റ സന്തതിയൊന്നും അല്ലല്ലോ അവൻ. നിങ്ങൾക്ക് അവൻ പുകഞ്ഞ ഉള്ളിയാണെങ്കിലും എനിക്ക് അവൻ എന്റെ മൂത്ത മോന. മോനെ ബേവിച്ചാ മോനെ. വേണ്ട മറ്റി, പെങ്ങളുടെ മനസ്സമ്മതം മുടക്കി എന്നുള്ള പേരുദോഷം കൂടി
എനിക്ക് വേണ്ട. മോളുടെ കല്യാണ തീയതി ഇച്ചാനെ അറിയിക്കരുത്. അറിയിച്ചാൽ ഇച്ചാന് വരാതിരിക്കാൻ കഴിയില്ല മോളെ. അതുകൊണ്ടാ. കുഞ്ഞുനാളിൽ നിനക്കൊരു പനി വന്നാ ഈ പുത്തമ്പള്ളി വന്ന് മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാതെ ഇച്ചാൻ കിടന്നുറങ്ങിയിട്ടില്ല. ആ നേർച്ചയും പ്രാർത്ഥനയും എന്നും എന്റെ മോളോടൊപ്പം ഉണ്ടാവും. എന്താ മക്കച്ച? എടോ കറിയാച്ചാ, കല്യാണപ്പന്തി വരെ ആരുടെയും കൂടെ കിടക്കാത്ത ഒരു പെണ്ണിനെ മതി വെട്ടുകാട്ടെ ചെറുക്കനെ. മനസ്സിലായോ? തന്റെ മോളെ ഞങ്ങളുടെ ചെറുക്കന്റെ തല കെട്ടിവെക്കാൻ നോക്കണ്ട. എന്നാ വിടെ. എന്റെ കർത്താവേ, സന്ധി കല്ലൂക്കാര് നമ്മളെ ചതിച്ചല്ലോടാ. പട്ടികളെ ഇറങ്ങി വിടറി നിന്റെ മറ്റവനെ അനിയന്മാരെ. തണിച്ച എന്താ തണിച്ചായി കാണിക്കുന്നത്? മതി ചെല്ലേ, ഞാനല്ലേ പറയുന്നത്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ചെല്ലേ. മോളെ, നീ എന്നാത്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നേ? മനസ്സുയോദ്യവും കല്യാണവും ഒക്കെ മുടങ്ങുന്ന ഇത് ലോകത്തിൽ ആദ്യമൊന്നുമല്ല. ഒരു കണക്കിന് അതങ്ങ് പോയത് നന്നായി. അപ്പച്ചൻ പറഞ്ഞ ശരിയാ. ഏതാണ്ട് ഒരു ഫോട്ടോ കണ്ട് പെണ്ണിനെ വേണമെന്ന് പറഞ്ഞവൻ അവന്റെ പാട്ടിന് പോട്ടടി. നിങ്ങളിപ്പോ എന്നാ പറഞ്ഞാലും ആകെ നാണക്കേടായി. സത്യാവസ്ഥ എന്തായാലും നാട്ടുകാരുടെ വായു മൂടി കെട്ടാൻ ഒക്കൂ. അമ്മച്ചൻ ചുമ്മാ ഇരിക്കുന്നുണ്ടോ? അവന്മാര് മനസ്സമ്മതം മുടക്കുന്നല്ലേ ഉള്ളൂ. കല്യാണം നിശ്ചയിച്ച അതേ ദിവസം അതിനേക്കാൾ നല്ല ചെറുക്കനെ കൊണ്ട് ഞാൻ ഇവിടെ കെട്ടിക്കും. കുട്ടപ്പായി അല്ല, അവന്റെ അപ്പൻ ചത്തുപോയ കല്ലൂക്കാരൻ ചാണ്ടി വന്നാ പോലും ഇനി ഒരു പൂട്ടും നമുക്കിട്ട് ചെയ്യത്തില്ല. എനിക്കിനി കല്യാണം വേണ്ട. എന്താ മോളെ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ? നീ ഒന്നും ചെയ്തിട്ടല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. വിഷമിക്കണ്ട. ആ കണ്ണീരൊക്കെ തുടച്ചേ. എഴുന്നേറ്റേ. ഈ ബഹളമൊക്കെ ഒന്ന് കഴിയുന്നവരെ ഇവളെ ബാംഗ്ലൂരിലെ അളിയന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്ക്.